عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه والتابعين لهم بإحسان إلى يوم الدين والحمد لله رب العالمين. അഭിവന്ദരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സ്നേഹബഹുമാനമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭ്യുതകാംക്ഷികളും പ്രവർത്തകരുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഈ മുബാറക്കായ സദസ്സിൽ ഇവിടെ സമാപനം കുറിച്ചുകൊണ്ട് മഹാന്മാരായ സാദാത്തുക്കളുടെ പ്രാർത്ഥനയെ നാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സമാപന സന്ദേശമായി നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിത്തറയും അതിൻ്റെ മുദ്രാവാക്യവുമായ ആദർശവിശുദ്ധി എന്ന നൂറ്റാണ്ടുകളിലൂടെ ആചരിച്ചു പോന്നിരിക്കുന്ന ഈ മഹത്തായ മുദ്രാവാക്യം ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പരിശുദ്ധമാക്കപ്പെട്ട സന്ദേശം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദർശവിശുദ്ധി എന്നത് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശവിശുദ്ധി എന്ന ഹിദായത്തിനെയാണ് നമ്മിലൂടെ അല്ലാഹു ലക്ഷ്യമിടുന്നത്. അഥവാ മനുഷ്യരെ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ആ ലക്ഷ്യം ആദർശവിശുദ്ധിയിൽ അടങ്ങിയിരിക്കുന്ന ഹിദായത്ത് എന്ന ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാക്കളായ അല്ലാഹുവിൻ്റെ അമ്പിയാക്കളെ അല്ലാഹു ഈ ലോകത്ത് സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിക്കുകയും പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1.25 ലക്ഷത്തിൽ പരം വരുന്ന അഭിവന്യരായ സ്വഹാബത്തെന്ന ആദർശവിശുദ്ധിയുള്ള ഏറ്റവും നല്ല ഖൈറു ഉമ്മത്തിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയും ആ ഖൈറു ഉമ്മത്തായ ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിച്ചാലേ നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സമുദായത്തിന് ഒരു പരിശുദ്ധരായ ആദർശവിശുദ്ധിയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമൂഹം വളരെ നന്നായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സമൂഹം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് തന്നെയാണ്. ആ സ്വഹാബത്തിനെ പിൻപറ്റിയവരുമാണ് ഈ സമുദായത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനബഹുമാനങ്ങൾ കരഗതമാക്കിയത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവവ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ എന്ന വിശുദ്ധ വചനത്തിലൂടെ സ്വഹാബത്തിൻ്റെ ഈമാനിനെയാണ് നമുക്ക് അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നത്. അഥവാ പറഞ്ഞതിൻ്റെ താല്പര്യം, അല്ലാഹു അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം അത് അല്ലാഹുവിൻ്റെ റിളയാണ്. വറിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിൻ്റെ റിളയാണ് ഏറ്റവും വലിയ പ്രതിഫലം. ആ പ്രതിഫലം നൽകപ്പെട്ട മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തും അവരെ അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളും. അങ്ങനെയുള്ളൊരു മഹത്തുക്കളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദർശവിശുദ്ധിയിലൂടെ ഇവിടെ അവരെ സംസ്കരിച്ചെടുത്തിരിക്കുന്നത്. ആ ആദർശവിശുദ്ധിയായിരുന്നു അവരുടെ വിജയത്തിൻ്റെ നിദാനം. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നതും വയുസക്കീഹിം, ബഹുമാനപ്പെട്ട സഹാബത്തിനെ
ആദർശ വിശുദ്ധിയിലൂടെയാണ് അവരെ സംസ്കരിച്ചിട്ടെടുത്തിട്ടുള്ളത്. ആ ആദർശ വിശുദ്ധി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. ആ ആദർശ വിശുദ്ധിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ കാതലായ വശം എന്നത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശ വിശുദ്ധിയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്വഹാബത്തിലൂടെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല, അതിനൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും സംഭവിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് തന്നെ ആ വിശ്വാസ സരണി ഇവിടെ നിലനിൽക്കണം. അത് നിലനിർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ 100 വർഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അത് വിജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഒരു കക്ഷിക്കും ഇതുപോലെയുള്ള ഒരു മഹത്തായ ഒരു ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട ആശയം കൈമാറാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ശൈഖുന ശംസുൽ ഉലമ, മഹാനായ വറക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ നമ്മുടെ കഴിഞ്ഞുപോയ മഹത്തുക്കൾ, മഹാനായ കോട്ടുമൽ ഉസ്താദ് അവറുകൾ, കാളമ്പാടി ഉസ്താദ് അവറുകൾ, ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ മഹന്മാരായ സാരഥികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മഹത്തായ സരണിയാണ് ഈ സരണി. അവരൊക്കെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓർമ്മിക്കപ്പെടേണ്ടുന്ന മഹത്തുക്കളാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നാം ഓർമ്മിക്കുന്ന മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദ് അവറുകൾ, മഹാനായ കോട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മഹാനായ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാസിം മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നാം സ്മരിക്കപ്പെടേണ്ടുന്ന മഹത്തുക്കളാണ്. അവരൊക്കെയും കാസർഗോഡ് ജില്ലൻ്റെ ഏറ്റവും വലിയ പൊൻ താരങ്ങളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെല്ലാം തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ആദർശ വിശുദ്ധിയുടെ സത്യമായ സരണിയാണ്. ആ സത്യസരണിയിലൂടെ തന്നെ നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ആ സത്യസരണിയെ മുന്നേറ്റാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സന്ദേശം ഇന്ന് ലോകമെമ്പാടും എത്തിയിരിക്കുകയാണ്. ഇതൊരു അന്താരാഷ്ട്ര മഹാസമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സന്ദേശം ലോകമെമ്പാടും ഇതിൻ്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഉദാഹരണമാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ആദർശം അതിവിടെ കാത്തു സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കാൻ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമേ അതിവിടെ സ്ഥാപിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യാൻ നാം കടപ്പെട്ടവരാണ്, നാം ബാധ്യസ്ഥവരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമുദായത്തിന് ആവശ്യമായ ഒരുപാട് നല്ല പദ്ധതികളാണ് കഴിഞ്ഞ മുഷാവറയിൽ വെച്ച് ഈ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും നമ്മുടെ നായകൻ സയ്യിദുൽ ഉലമ അതിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനത്തിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് SNEC എന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇന്ത്യയിലാകെ ഈ പരിശുദ്ധമാക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടി സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ് അതിൻ്റെ പ്രവർത്തകർ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട SNECയുടെ വിദ്യാഭ്യാസ പദ്ധതി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ഈ സമുദായത്തിലെ നേതാക്കളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഏറ്റവും നല്ല കർണാനന്ദരകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം അന്താരാഷ്ട്ര മഹാസമ്മേളനം ഒരുപക്ഷെ SNEC-യുടെ ഏറ്റവും വലിയ സൗഭാഗ്യ ദിനമായി, സൗഭാഗ്യ രാവായി ഇതിൻ്റെ പ്രവർത്തകർ കാണുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട SNEC ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുകയും ആ സമൂഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട അഖീദയെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സത്യസരണയെ തബ്ലീഗ് ചെയ്യുവാനും അതിനെ പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് SNEC എന്ന വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നാം ലക്ഷ്യമിടുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇന്ന് നമ്മുടെ ഏതാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ സനദ് ഇവിടെ നൽകപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉലമാക്കളെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ SNEC-യുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം, ഈമാനിൽ അധിഷ്ഠിതമായ, യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഭാവി പൗരന്മാരാക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പ്രബോധനം ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യുക, ഒരു മഹത്തായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിൽ നമ്മുടെ സർവാത്മനായുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടേതായ ജീവിതം വളരെ നിശ്വരമായ ജീവിതമാണ്, നമുക്കറിയാം. നമ്മുടെ ജീവിതകാലത്ത് നാം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. 973 മുതൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ചെറിയ പ്രവർത്തകനായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഈ വർഷം വരെ, ഈ സമയം വരെ പ്രവർത്തിക്കാൻ നമുക്ക് നമ്മിൽ നിന്ന് പലർക്കും സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 10313 നാസിഹീങ്ങളായ ഇസ്ലാമിക പ്രബോധകന്മാരെ നാം ഈ സമുദായത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നതും ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കുകയും അവർക്കെല്ലാ വിധത്തിലുള്ള അംഗീകാരവും സ്വീകരണവും നൽകാൻ ഈ സമുദായം തയ്യാറാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനീ ദഅവത്തിന് വേണ്ടി നാം ചെയ്തിരിക്കുന്ന സർവ്വ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിനു വേണ്ടി അധ്വാനിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിയിലേക്ക് പലരും പലവിധ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഈ ചെറുഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ,